ഹലോ, നമസ്കാരം. ഈ വീഡിയോയിൽ കാണുന്ന സ്റ്റാർ കിഡിന് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ദേ എൻ്റെ ഫ്രണ്ട് അഞ്ജുവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്റ്റാർ കിഡിന്. ആളുടെ 6th ബർത്ത്ഡേ ആയിരുന്നു ലാസ്റ്റ് വീക്ക്. രസം എന്താ വെച്ചാൽ പണ്ടൊക്കെ ഇയാളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടായിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ട് എനിക്ക് പരിചയമുള്ള ഇയാൾക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറയുമ്പം നല്ല സന്തോഷമുള്ള കാര്യമായിരുന്നു. ആളുടെ ഫാമിലി ഇപ്പോൾ ബോംബെക്ക് ഷിഫ്റ്റായി. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അഞ്ജുവിൻ്റെ കയ്യിൽ ബോർഡിങ്ങിൽ വന്നതാണ് സോറോ. അഞ്ജുവിനെ പറ്റിയിട്ടും അഞ്ജുവിൻ്റെ പ്ലഷ് പോസിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങളൊരു പെറ്റ് പേരൻ്റ് ആണെങ്കിൽ ഞാൻ പറയണത് മനസ്സിലാവും. നമുക്ക് ദൂരേക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെങ്കിൽ നമ്മുടെ ഈ ബേബീസിനെ, നമ്മുടെ ഈ പെറ്റ്സിനെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരിടത്ത് ഏൽപ്പിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അതിൽ പരം ആശ്വാസം വേറെ ഒന്നുമില്ല. അങ്ങനെ നമുക്ക് ദൂരെ പോകുമ്പോൾ ആശ്വസിച്ച് ഏറ്റവും സേഫസ്റ്റ് ഹാൻഡ്സിൽ ഏൽപ്പിച്ച് പോകണമെങ്കിൽ അഞ്ജുവിൻ്റെ അടുത്ത് പോയാൽ മതി. അഞ്ജു അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അത്രയും ഹാർഡ് കോർ പെറ്റ് ലവറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ജുവിൻ്റെ അടുത്ത് ഒരുപാട് ഇതുപോലെ ബേബീസ് ഉണ്ട് പലരുടെയും. അങ്ങനെ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സുപ്രിയ മേനോൻ അവരുടെ സോറോനെ അഞ്ജുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ഇടയ്ക്ക് അവർ കൊച്ചിയിൽ വരുമ്പം സോറോനെ കൊണ്ടുപോയിട്ട് അവരുടെ കൂടെ നിർത്തും. പിന്നെ തിരിച്ചു പോകുമ്പോൾ വീണ്ടും അഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കും. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോണത്. അപ്പോൾ സോറോൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ യൂഷ്വലി ഡോഗ്സിനൊക്കെ ചെയ്യാറുള്ള ടൈപ്പ് കേക്ക് തന്നെ വേണമെന്നാണ് അഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് ഫ്രൂട്ട് കേക്ക് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെറ്റ് ഡോഗിന് നമ്മൾ വളർത്താൻ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോണ്ടല്ലോ, നമ്മൾ അതിൻ്റെ കൂടെ ഒരു ബഞ്ച് ഓഫ് ഹാപ്പിനെസ്സും കൂടെ കൊണ്ടുവരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും നമ്മളെ വീട് ആക്റ്റീവാക്കി വെക്കാനും എന്നും ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ജോയ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ അവൻ മതി. ഞങ്ങൾക്കും ഉണ്ട് ഇങ്ങനത്തെ ഒരാൾ, മീക്കോ. ബീഗിളാണ് കേട്ടോ അവൻ. എൻ്റെ സിസ്റ്ററിൻ്റെ പെറ്റാണ്. പക്ഷേ അവൻ ഞങ്ങളുടെ എല്ലാവരുടെയും ബേബിയാണ്. നമ്മൾ ഒരു പെറ്റ് പേരൻ്റ് ആയ ശേഷം അതിനെ പിരിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അഞ്ജുവിൻ്റെ കയ്യിലുള്ള ബേബീസിൻ്റെ ഫോട്ടോസും വീഡിയോസും അവരെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അവരുടെ പേരൻസിന് അറിയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കൃത്യമായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് അവരുടെ വെൽബീയിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ അവർക്ക് ഒരു റെക്കോർഡ് ഉണ്ടാവുമല്ലോ. അഞ്ജു ചെയ്യണത് ഒരു ബിസിനസ് എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സർവീസായിട്ടാണ് എനിക്കെപ്പോഴും തോന്നാറുള്ളത്. എന്താണെങ്കിലും സോറോൻ്റെ ബർത്ത്ഡേക്ക് അന്ന് വൈകിട്ട് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് സോറോൻ്റെ പേരൻസ് വീഡിയോ കോളിൽ ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പൃഥ്വിരാജിന് അന്ന് ഷൂട്ടിൻ്റെ തിരക്കുള്ളത് കൊണ്ട് വൈകിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീഡിയോ കോളിൽ സുപ്രിയ മേനോനും അമ്മയുണ്ടായിരുന്നു. അവരുടെ പ്രൈവസി കീപ്പ് ചെയ്യേണ്ടതുകൊണ്ട് അവരോട് ഇൻക്ലൂഡ് ചെയ്യുന്ന വീഡിയോ അഞ്ജു എടുത്തിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും ഓവറോൾ സോറോ ഹാഡ് എ ഫാന്റാസ്റ്റിക് ബർത്ത്ഡേ.